നമ്മുടെ മരുന്നുകളില്ലാത്ത ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് ഇദ്ദേഹം എന്നെ സമീപിച്ചത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന ബുദ്ധിമുട്ടുമായിട്ടാണ്. 10-15 വർഷമായിട്ട് ഞാനൊരു കാലിൻ്റെ ഒരു അസുഖം, അതായത് റെസ്റ്റ്ലെസ് സിൻഡ്രോം എന്ന് പറയും. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഉറക്കം വരുമ്പോൾ കാലിലൊരു സ്ട്രോക്ക് അടിക്കുന്ന പോലെ തോന്നും. മകൾ ഡോക്ടറാണ്, അവർ MRCP ഒക്കെ ഉണ്ട്, അവർ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്ന ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് വളരെ ഫേവറബിളായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിയും. 100% എനിക്കിപ്പം ഞാൻ സാറ്റിസ്ഫൈഡാണ്. മാനസികമായി അസുഖം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതിന് രാത്രി ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. മാത്രമല്ല കാലിലെല്ലാം ഷോക്ക് അടിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട്. കിടന്നു കഴിഞ്ഞാൽ കുറച്ചല്ലെങ്കിൽ നമ്മൾ കാല് പൊങ്ങിപ്പോവും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളായിട്ടാണ് നമ്മുടെ അടുത്ത് സമീപിച്ചത്. നിരവധി ആശുപത്രികൾ പല സ്ഥലത്തും ചികിത്സ തേടി അവസാനം നമ്മുടെ അടുത്ത് എത്തിയപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ രോഗകാരണം കണ്ടെത്താൻ പറ്റി. അതിലൂടെ ഇദ്ദേഹത്തിൻ്റെ തെറാപ്പിയിലൂടെ വളരെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. The patients for treatment and the customers inquiring treatment regarding the drugless treatment. ഞാൻ പന്തളം പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. അവിടെ 10-15 വർഷമായിട്ട് ഞാനൊരു കാലിൻ്റെ ഒരു അസുഖം, അതായത് റെസ്റ്റ്ലെസ് സിൻഡ്രോം എന്ന് പറയും. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം അത് സാധാരണ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം പോലുള്ളതല്ല അസുഖം. ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങുന്ന സമയം ഉറക്കം വരുമ്പോൾ കാലിലൊരു സ്ട്രോക്ക് അടിക്കുന്ന പോലെ തോന്നും. ആ സ്ട്രോക്കിൽ നമുക്ക് ഉറക്കം ഡിസ്റ്റർബൻസ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉറക്കം വരികയില്ല. വീണ്ടും കാലൊക്കെ പെനഞ്ഞ് കാലിട്ട് കുടഞ്ഞ് കാലിൽ എന്തെങ്കിലും ബാമൊക്കെ പുരട്ടി കിടന്നാലും ഉറക്കം വരില്ല. വീണ്ടും ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ വരും. കാല് തന്നെ നമ്മുടെ കാലിങ്ങനെ പൊങ്ങി ചിലപ്പോൾ പോവും അടിച്ചടിച്ച്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബൻസ് ആയത് പല ന്യൂറോ ഡോക്ടർമാരെ കണ്ടു. ആസ്റ്ററിലെ റെജി പോളിനെ കണ്ടു, ആസ്റ്ററിലെ തന്നെ അനു മോഹനെ കണ്ടു. ഇവരെല്ലാം ഒരു ടാബ്ലറ്റ് എഴുതി തരുന്നതല്ലാതെ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയോ അതിനെപ്പറ്റി അന്വേഷിക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ശ്യാംലാൽ, അവിടുത്തെ പ്രശസ്തനായ ന്യൂറോ ഡോക്ടറാണ്, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹവും പറഞ്ഞു ഈ മരുന്നല്ലാതെ വേറെ മരുന്നൊന്നുമില്ല. അത് മരുന്നെന്ന് പറയുന്നത് ഫ്രാമിപ്രക്സോൾ, റോപ്പിനിറോൾ, ഇതൊക്കെയാണ് കഴിക്കേണ്ട മരുന്നുകൾ. ഈ പ്രാമിപ്രക്സോൾ 1.25 ഉണ്ട്, 2.5 ഉണ്ട്, 0.5 mg ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന 0.5 mg, ചിലപ്പോൾ 2.5 mgയുടെ പകുതി രാവിലെ, ചിലപ്പം അതിൻ്റെ പകുതി വൈകിട്ട്, ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ കഴിച്ചില്ലെങ്കിൽ രാവിലെ തന്നെ കാലുകടി ഇങ്ങനെ നമുക്ക് തുടങ്ങും. അതുകൊണ്ട് രാവിലെ പകുതി കഴിക്കും. വൈകിട്ട് കഴിച്ചില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മരുന്നിൻ്റെ അവസാന ഗതി എന്താണെന്ന് അറിഞ്ഞാൽ ഇത് പാർക്കിൻസ് രോഗത്തിന് കൊടുക്കുന്ന മരുന്നാണ്. അത് ഈ മരുന്ന് കഴിച്ച അവസാനം നമ്മുടെ ഞരമ്പുകളെല്ലാം നാഡികളെല്ലാം മന്ദീഭവിക്കുകയും ഇത് ക്യാൻസറിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. എൻ്റെ മകൾ ഡോക്ടറാണ്, അവർ MRCP ഒക്കെ ഉണ്ട്, അവർ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ മെഡിസിൻ അല്ലാതെ വേറെ, പ്രാമിപ്രക്സോൾ അല്ലാതെ വേറെ മെഡിസിൻ ഇല്ല. അതുകൊണ്ട് പപ്പ ഇത് നല്ല ശ്രദ്ധിച്ച് കഴിക്കണം, കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അവർ വേറൊരു മെഡിസിൻ കൂടി മകൾ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. അതായത് ഗബാന്യൂറോൺ 300, ഗാബാപെൻറ്റിൻ എന്ന് പറയും. അത് പലയിടത്തും റെസ്ട്രിക്ഷനുള്ള മരുന്നാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടുത്തെ മെഡിക്കൽ കൗൺസിലിൻ്റെ പെർമിഷൻ വാങ്ങി മാത്രമേ ആ മരുന്ന് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പലയിടത്തും പോയിട്ടുണ്ട്, പോകുമ്പോൾ ഈ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ആ മരുന്ന് കൊണ്ടുപോകുന്നത്. ഈവൻ ആ മരുന്ന് കഴിച്ചാലും നമുക്ക് കാലിൻ്റെ ഈ അസ്വസ്ഥതയ്ക്ക് യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല. നമുക്ക് ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല രാത്രിയിൽ. അത് വലിയൊരു ഇഷ്യൂ ആയി മാറി. അപ്പോൾ അങ്ങനെ ഇത് മരുന്ന് കഴിക്കാതെ ഇനി എന്ത് മാർഗം ഉണ്ടെന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചിരിക്കുമ്പോൾ ഞങ്ങളൊരു ബെറിയൽ പ്ലേസിൽ കൂടിയപ്പോൾ ഒരാൾ വേറൊരാളിനോട് സംസാരിക്കുന്നത് കേട്ടു, നടുവേദനയുണ്ട്, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ ഈ നടുവേദനയുള്ള ആളിനോട് പറയുന്നു, ഇങ്ങനെ എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അൻസാർ എന്നാണ്. അവിടെ പോയി പറഞ്ഞ ആളിൻ്റെ ഹസ്ബൻഡിന് നടുവേദന മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ചെവിയിൽ ഇത് പെട്ടതനുസരിച്ച് ഞാൻ പോയ ആളിനെ സമീപിച്ച് അഡ്രസ്സ് എല്ലാം കളക്ട് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റിലയിലെ അഡ്രസ്സാണ് കിട്ടിയത്. അപ്പോൾ വൈറ്റിലയിൽ വരാൻ വേണ്ടി ഈ മാസം 15-ാം തീയതി, ജൂൺ 15-ാം തീയതി വരാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്തു ഫോണിൽ. അപ്പോൾ അത് ആലുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം 13-ാം തീയതി വീണ്ടും വിളിച്ചൊന്ന് കൺഫേം ചെയ്യാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആലുവയിലാണ് ഓഫീസ്,
മഹിളാലയത്തിലാണ്. അവിടെ വന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ ആലുവ പെരുമ്പാവൂർ KSRTC ബസ്സിൽ കയറിയാൽ 13 രൂപ ടിക്കറ്റിൽ മഹിളാലയം ഇറങ്ങിയാൽ അവിടെ റൈറ്റ് സൈഡിലോട്ട് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ അഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഡോക്ടറുമായി മീറ്റ് ചെയ്തു, കണ്ടു. അപ്പോൾ ആദ്യം 4 ദിവസം ഞാൻ ഡെയിലി പോയി വരികയായിരുന്നു. പന്തളം, ചെങ്ങന്നൂർ, ആലുവ റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്ന് അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. 4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് വളരെ ഫേവറബിളായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞു. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് പിന്നെ 3 ദിവസം കൂടെ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്ഥിരമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാതെ ഇവിടെ തന്നെ നിന്ന് ഇത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു 100% പെർഫെക്ഷൻ ഈ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകും. ഇതില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നാൽ അത്രയും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പരിഹാരം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ 15-ാം തീയതി വന്നു. ഇപ്പോൾ ഇന്ന് 20-ാം തീയതി വരെ ഇവിടെ താമസിച്ചു, സ്റ്റേ ചെയ്തു. ദിവസവും 2 കോഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ്. വളരെ സാറ്റിസ്ഫൈഡാണ്. എനിക്ക് ഉറക്കം ഇതുവരെ വന്നതിന് ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ഉറക്കത്തിന് യാതൊരു തടസ്സവുമില്ല. അസുഖം കാലിലുണ്ടാകുന്ന ഒരു കടി എന്ന് പറയാം, അത് ഇലക്ട്രിക് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് അടിക്കുന്ന പോലുള്ളൊരു പ്രശ്നമാണ്. സാധാരണ ആൾക്കാർക്ക് അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് കാരണം കാലിനുണ്ടാകുന്ന തരിപ്പ് ഇതൊക്കെയാണ്. അതല്ല, അല്ലാത്തൊരു അസുഖമാണ്. അത് 100% എനിക്കിപ്പം ഞാൻ സാറ്റിസ്ഫൈഡാണ്. മാനസികമായി അസുഖം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇനി 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാനും വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ്. കാരണം മരുന്നില്ലാതെ, നമ്മൾ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ നാഡീവ്യൂഹങ്ങളെ സ്തബ്ധമാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എക്സർസൈസ് ചെയ്യണം. അവരെ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. നമ്മുടെ ആയുസ്സിന് കൂടുതൽ ദൈർഘ്യമുണ്ടാകും. ആരോഗ്യം നല്ല നിലയിൽ പോകും. എല്ലാ രീതിയിലും നമ്മൾ എനർജറ്റിക് ആയിരിക്കും. അതിൽ വളരെ വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നു. ഇനിയും 2 ആഴ്ച കഴിഞ്ഞ് വരാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.